ഇനി നേപ്പാളിലല്ലേ കലാപം നടക്കുന്നത്, അത് ഇന്ത്യയിൽ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ബാധിക്കും. ഒന്നാമതായിട്ട് ബാധിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങളെയാണ്. ഇന്ത്യക്ക് നേപ്പാളിന് ഇടയിൽ തുറന്ന അതിർത്തിയാണുള്ളത്. കലാപത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ തീവ്രവാദികളും കുറ്റവാളികളും മറ്റ് നിയമവിരുദ്ധ സംഘടനകളും ഈ അതിർത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. നേപ്പാളിലെ ഈ അസ്ഥിരത ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് താവളമൊരുക്കാനുള്ള അവസരം നൽകിയേക്കാം. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. കലാപം രൂക്ഷമായ നേപ്പാളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമതായി, നേപ്പാൾ കലാപം തുടർന്നാല് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി പോളിസിയെ അത് സാരമായി ബാധിക്കും. ഇന്ത്യയും നേപ്പാളും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ട്. കലാപം വ്യാപാരങ്ങളെ തടസ്സപ്പെടുത്തുകയും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ചരക്ക് നീക്കം നിലയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. മൂന്നാമതായി, ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു ബഫർ രാജ്യമാണ് നേപ്പാള്. നേപ്പാളിലെ ഭരണപരമായ അസ്ഥിരത ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടയായേക്കാം. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ദോഷകരമാണ്. അഞ്ചാമതായിട്ട്, നയതന്ത്രപരമായ സമ്മർദ്ദങ്ങളാണ്. പ്രാദേശിക ശക്തി എന്ന നിലയിൽ നേപ്പാളിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യം ഉയർന്നേക്കാം. ഇത് നയതന്ത്രപരമായ ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ, നേപ്പാളിലെ ഈ സംഘർഷം ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പോലും ഇന്ത്യയുടെ സുരക്ഷ, സാമ്പത്തികം, നയതന്ത്രപരമായ താല്പര്യങ്ങൾ എന്നിവയെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്.